ഇന്ന് നമുക്ക് പാസ്പോർട്ട് സേവ കേന്ദ്രയുടെ സൈറ്റിൽ എങ്ങനെ യൂസർ രജിസ്ട്രേഷൻ ചെയ്യാമെന്ന് നോക്കാവുന്നതാണ്. യൂസർ രജിസ്ട്രേഷൻ ചെയ്ത് ലോഗിൻ ഐ ഡി പാസ്വേഡും ലഭിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതെങ്ങനെയെന്ന് കാണാം. പാസ്പോർട്ട് ഓഫീസിൻ്റെ സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിനായി യൂസർ രജിസ്ട്രേഷനായിട്ട് നമ്മൾ ആദ്യം ഗൂഗിളിൽ പാസ്പോർട്ട് സേവ എന്ന് ടൈപ്പ് ചെയ്യുക. പാസ്പോർട്ട് സേവ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്കുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ സൈറ്റിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിൽ നമ്മൾ ലോഗിൻ രജിസ്റ്റർ എന്ന രണ്ട് ബട്ടണുകൾ കാണാം. അതിൽ രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലോഗിൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫസ്റ്റ് യൂസർ രജിസ്ട്രേഷൻ്റെ ഫസ്റ്റ് പ്രോസസ്സാണിത്. പാസ്പോർട്ട് ഓഫീസ് CPV ഡൽഹി, ഈ രണ്ട് ഓപ്ഷൻസ് കാണാം. അതിൽ നമ്മൾ പാസ്പോർട്ട് ഓഫീസ് സെലക്ട് ചെയ്യുക. അതിൽ പാസ്പോർട്ട് ഓഫീസ് ഏതാണോ നമ്മുടെ നിയറസ്റ്റ് അടുത്തത് നമ്മുടെ പാസ്പോർട്ട് ഓഫീസ് ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഞാനിവിടെ കോഴിക്കോട് സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് നമ്മുടെ പേര് കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾ ഇമെയിൽ ID കൊടുക്കാം. HDFC बैंक स्मार्ट हब व्यापार पर 1000 रुपये प्राप्त हुए. ഡു യു വാണ്ട് യുവർ ലോഗിൻ ID ടു ബി സെയിം ആസ് ഇമെയിൽ ID? അത് നമുക്ക് ഇമെയിൽ ID തന്നെ നമ്മുടെ ലോഗിൻ ID ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഞാനപ്പോൾ ഇമെയിൽ ID തന്നെ ലോഗിൻ ID ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ യെസ് കൊടുത്തു. യെസ് കൊടുത്തിട്ട് ഓട്ടോമാറ്റിക്കലി ലോഗിൻ ID എന്ന് പറഞ്ഞ് താഴെ ടൈപ്പ് ചെയ്യേണ്ട സ്ഥലത്ത് അത് ഓട്ടോമാറ്റിക്കലി വരും. ദെൻ പാസ്വേഡ് ഇനി നമ്മൾ സെലക്ട് ചെയ്യണം. പാസ്വേഡ് നമുക്ക് ഒരു 0 to 9 ക്യാരക്ടേഴ്സ് വരുന്ന ഒരു പാസ്വേഡാണ് വേണ്ടത്. അതിൽ ലോവർ കേസ് വേണം. ലോവർ കേസ് മീൻസ് ഒരു സ്മോൾ ലെറ്ററും വേണം, അപ്പർ ക്യാരക്ടറും വേണം, ആൻഡ് ഒരു മിനിമം നമ്പറും വേണ്ടി വരും. സോ അത് നമ്മൾ അത് നോക്കിയിട്ട് വേണം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ദെൻ അതിനുശേഷം നമ്മൾ സൈൻ അപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോവാം. അപ്പോൾ ഇതുപോലെ അടുത്തതായി ഒരു OTP വന്നിട്ടുണ്ടാവും. അത് നമ്മൾ നമ്മളുടെ മെയിലിലേക്കാണ് വരിക. ആ മെയിലിൽ നമ്മൾ OTP എടുത്ത് ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത് കാണിച്ചിട്ടാണ്. ഇതിൽ കംപ്ലീറ്റ് സൈൻ അപ്പ് പ്രോസസ്സിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എഴുതി വരും യുവർ PPS അക്കൗണ്ട് ഹാസ് ബീൻ ജനറേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കണ്ടുവരും. അപ്പോൾ അതിനുശേഷം നമുക്ക് ലോഗിൻ ചെയ്ത് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും.